ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എസ്തെറ്റിക് മാസ്റ്റർ. നിങ്ങൾക്ക് കണ്ടപ്പോഴേ മനസ്സിലായില്ലേ ഗെറ്റ് റെഡി ആണെന്ന്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നൊരു സാധനം ഞാൻ അച്ചീവ് ചെയ്തെടുത്തതാണ്. ഇപ്പോൾ എന്നെപ്പോലെ തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എത്ര പേർക്കാണ് ഞാൻ കാണാൻ കറുത്തിട്ടാണ്, അല്ലെങ്കിൽ എൻ്റെ പല്ലിങ്ങനെയാണ് ഇരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് വിഷമിച്ചിരിക്കുന്നുണ്ടായിരിക്കും. ഞാനും സെയിം ആ രീതിക്ക് ഇരുന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാലേ നമുക്ക് അങ്ങനെ ഇരിക്കാനേ പറ്റത്തുള്ളൂ. പക്ഷേ നമ്മളൊന്ന് ഉയർത്തെണീറ്റ് നമുക്കറിയാം നമ്മുടെ കുറവുകൾ, അത് എങ്ങനെ നികത്താം എന്ന് ചിന്തിക്കുക. അങ്ങനെയാണ് ഞാൻ സ്ട്രൈറ്റ്നർ വാങ്ങിച്ച് മുടി സ്ട്രൈറ്റ് ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ, അല്ലെങ്കിൽ പെട്ടെന്നൊരു ഔട്ട്ലുക്ക് സെറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും അങ്ങനെ സ്ട്രെയിറ്റ് ഒക്കെ ചെയ്ത് റെഡിയാവും. അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിക്ക് നമ്മുടെ ലുക്ക് മാറും. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനൊരു വള ഇടുന്നുണ്ട്, നല്ലൊരു കമ്മൽ ഇടുന്നുണ്ട്. ഞാൻ ജിമിക്ക് ഫാനാണ്. പിന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ബേസ് ആയിട്ടുള്ളൊരു മാല ഇടുന്നുണ്ട്. ഇത് മീഷോ എന്നാണ്. നമ്മൾ ഈ ഓർണമെൻറ്റ്സ് ഒക്കെ സൂക്ഷിക്കുമ്പോഴിരിക്കും അത് ലാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നോയ്സിൻ്റെ ഒരു വാച്ചാണ്. അതെനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ഈ ഒരു വാച്ചേ ഉള്ളൂ, അതാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ സ്കിന്നിന് ഭയങ്കര ഗ്ലോയി ആയിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിലത്ത് നിന്ന് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോയാലോ? അപ്പോൾ ഗൈസ്, ഈ ചെടിച്ചട്ടിയിൽ നമുക്കിനി പ്ലാന്റ് വെക്കണം. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പ്ലാന്റ്, ഹലോ ഗൈസ്, നമുക്ക് ആ ചെടിയിൽ വെക്കാനുള്ള എന്തെങ്കിലും പ്ലാന്റ് കിട്ടുമോയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഈ പ്ലാന്റ് നമുക്ക് ആ ചെടിച്ചട്ടിയിലോട്ട് വെക്കാം. അപ്പോൾ ഇത് വന്നിട്ട് ഒരു എന്താ പറയുക, ഒരു പിങ്ക് ഷെയ്ഡുള്ള ഒരു ഫ്ലവറാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. പക്ഷേ ഇത് കുറച്ച് ഹൈറ്റ് വയ്ക്കും. പക്ഷേ സാരമില്ല, നമുക്ക് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. പിന്നെ നമുക്ക് ഏതെങ്കിലും നല്ലൊരു ചെടി കിട്ടിയിട്ട് മാറ്റാം. അപ്പോൾ നമുക്ക് ഇത് രണ്ടും സെറ്റായിട്ട് കിട്ടിയതാണ്. ഈ ചെടിച്ചട്ടിയും ഒരു പോട്ട്, ഒരു ഡിസൈൻഡ് പോട്ട്, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്തെടുക്കുക. അപ്പോൾ അത് എടുക്കേണ്ട എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു സ്റ്റാൻഡ് വാങ്ങിച്ചിട്ടുണ്ട്. നമ്മുടെ കൃഷ്ണനെ വെക്കാനായിട്ടൊരു സ്റ്റാൻഡ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റാൻഡ് നമ്മുടെ ചെടിച്ചട്ടിക്ക് അകത്ത് നിൽക്കത്തക്ക രീതിക്ക് വേണം നിങ്ങൾ വാങ്ങാനായിട്ട്. എന്നിട്ട് നമ്മൾ ആ ചെടിച്ചട്ടിയിൽ മണ്ണ് ഫില്ല് ചെയ്യുക. മണ്ണ് ഫില്ല് ചെയ്തിട്ട് ഈ സ്റ്റാൻഡിനെ അതിലോട്ട് ഉറപ്പിച്ച് വെച്ചിട്ട് കുറച്ച് ഫ്രണ്ടിലോട്ട് കുറച്ച് സ്പേസ് കാണുമല്ലോ. അപ്പോൾ ആ സ്പേസിൽ എന്ത് ചെയ്യുക, ചെടികൾ എന്തെങ്കിലും വെച്ച് കൊടുക്കുക. ശരിക്കും ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ വളർന്ന് വരുന്ന കുഞ്ഞു ചെടികൾ എന്തെങ്കിലും വെച്ച് കൊടുക്കുക. അതാകുമ്പോൾ ഇങ്ങനെ ഡ്രോപ്പ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ കൃഷ്ണനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ച് 5 വർഷമൊക്കെ ആയൊരു കൃഷ്ണനാണ്. അതുകൊണ്ട് ഇത് കുറച്ചിങ്ങനെ പൊടിഞ്ഞ് വരുന്നുണ്ട്. പക്ഷേ സാരമില്ല, നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഫൈനൽ ലുക്ക് കണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ പഴയ വീടുകളിലൊക്കെ ചുമരിൽ വെക്കാൻ പറ്റിയില്ല എങ്കിൽ ഇങ്ങനെ ചെയ്ത് വെക്കാവുന്നതാണ്. ടാറ്റാ, ബൈ ബൈ, സീ യു.